എന്റെ ആവശ്യങ്ങളെല്ലാം അറിയും, എന്നെ കരുതും, എന്നും പുലർത്തും. എന്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ജീവനിൽ നീടലിൽ മറയ്ക്കും. ഓ ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ജീവനിൽ നീടലിൽ മറയ്ക്കും. ഓ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്.
കർത്താവിന് സ്തോത്രം ചെയ്യാമല്ലോ. ആമേൻ. എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഓൺലൈനിലും ആലയത്തിലും കടന്നു വന്ന ദൈവമക്കളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഉപവാസ പ്രാർത്ഥനകളായതുകൊണ്ട് നമുക്ക് അനേക വിഷയത്തെ ഓർത്ത് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ നമുക്ക് ദൈവം അവസരത്തെ ഒരുക്കി തന്നു. കർത്താവിന്റെ ഭരണത്തിൽ നിന്നും 1-2 ദൂതുകൾ ധ്യാനിച്ച ശേഷം നമുക്ക് പ്രാർത്ഥനയോടെ പിരിയാം. വൈകുന്നേരം നമുക്ക് പ്രാർത്ഥന ഉണ്ടല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. സദൃശവാക്യങ്ങളുടെ പുസ്തകം അതിൻ്റെ 30-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. Proverbs chapter 30 verses 26 ദയവായിട്ട് വായിക്കാമല്ലോ. സ്തോത്രം. കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു. മതി. വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യവും നമുക്ക് പരിചയസമ്പത്തുമുള്ള ഒരു ദൈവത്തിന്റെ ആലോചനയാണ്. എന്നാൽ ഇന്ന് രാവിലെ ഉപവാസ പ്രാർത്ഥനകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് 1-2 ചിന്ത എൻ്റെ അകത്ത് വന്നതുകൊണ്ട് ഈ വചനം ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ഞാൻ പ്രേരിതരാകുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ഈ വചനത്തിന്റെ വെളിപ്പാട് ദൈവമക്കൾക്ക് ഏറ്റെടുക്കാൻ തക്കവണ്ണം ഞാൻ ദൈവസന്നിധിയിൽ ഓർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതി എങ്കിലും അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു എന്ന വാക്കാണ്. വാസ്തവത്തിൽ ഈ 30-ാം അധ്യായത്തിനകത്ത് നിരവധി മൃഗങ്ങളുടെയും ജീവികളുടെയും പേരുകൾ ശലോമൻ പരാമർശിച്ച് ഗുണപാഠങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്നതായിട്ട് നമുക്കറിയാം. അതിനകത്ത് നിന്നും ഏറ്റവും ബലഹീനമായ ജീവിയാണ് ഈ കുഴിമുയൽ അല്ലെങ്കിൽ മുയൽ, റാബിറ്റ് എന്നൊക്കെ പറയുന്ന ആ ജീവിക്ക് ഉള്ള കാര്യങ്ങൾ. അതിന് എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം. കാരണം അതിന്റെ ശരീരത്തിൽ അത്രമാത്രം ബലഹീനതയുണ്ട്. എന്നാൽ ഏറ്റവും അതിവേഗത്തിൽ ഓടാനും ദൈവം അതിനെന്ത് കൊടുത്തിട്ടുണ്ട്? ശക്തി കൊടുത്തിട്ടുള്ള കാര്യം നമുക്കറിയാം. ഒരു ഭാഗത്ത് ബലഹീനമാണെങ്കിലും മറുഭാഗത്ത് അതിശക്തന്മാരാണ്. ഏതൊരു വ്യക്തികളെയും ഏതൊരു ജീവികളെയും നോക്കിയാൽ ഒരു ഭാഗത്ത് നമ്മൾ അവരെ കണ്ണു തുറന്ന് നാം നോക്കുമ്പോൾ ഒരു ഭാഗത്ത് അവർ ബലഹീനരായിട്ട് തോന്നാമെങ്കിലും മറുഭാഗത്ത് അവർ മറ്റു രീതിയിൽ ദൈവം അവർക്ക് വേറൊരു കഴിവ്, മറ്റാർക്കും ഇല്ലാത്ത കഴിവുകൾ ദൈവം നൽകിയിട്ടുണ്ട്. അത് ദൈവ സൃഷ്ടിപ്പിന്റെ ഏറ്റവും മഹാത്മ്യമാണ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് 1-2 ചിന്തകൾ ദൈവത്തിന്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചത് ഞാൻ ഇവിടെ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഒന്ന്, ഇവിടെ ശക്തിയില്ലാത്ത പദം കൊടുത്തിട്ടുണ്ട്. 2, ബൈബിളിനകത്ത് ബലഹീനൻ എന്ന പദം കൊടുത്തിട്ടുണ്ട്. 3, അപ്രാപ്തൻ എന്ന, പ്രാപ്തിയില്ലാത്തതിന്റെ ഓപ്പോസിറ്റ് അപ്രാപ്തൻ എന്ന പദം കൊടുത്തിട്ടുണ്ട്. 3, കഴിവില്ല എന്നൊരു പദം കൊടുത്തിട്ടുണ്ട്. 3, കർത്താവേ എനിക്ക് പോകാൻ പറ്റില്ല എന്ന പദം കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ അവസ്ഥ അവരവർക്ക് നന്നായിട്ട് അറിയാം. അതാണ് കാരണം. അതുകൊണ്ട് പ്രാപ്തിയില്ലെന്നോ ശക്തിയില്ലെന്നോ ബലമില്ലെന്നോ ഒക്കെ നമുക്ക് പറയാം. എങ്കിൽ പോലും ഇന്ന് ഒരു വെളിപ്പാട് നമ്മുടെ അകത്ത് അല്പം കൂടി ആഴത്തിൽ എടുക്കണം. നമുക്ക് ശക്തിയില്ല എന്ന് നമുക്ക് അറിയുന്നതിനേക്കാളും അറിയാവുന്നത് നമ്മുടെ കർത്താവിന് തന്നെയാണ്. പ്രൈസ് ഗോഡ്. നമുക്ക് പ്രാപ്തിയില്ലെന്ന് നമുക്ക് അറിയുന്നതിനേക്കാളും അറിയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനാണ്. നമുക്ക് നാം ബലഹീനനാണ് എന്ന് നമുക്ക് അറിയുന്നതിനെക്കാട്ടും അപ്പുറമായിട്ട് നമ്മുടെ കർത്താവിന് അറിയാം നമ്മുടെ ബലഹീനത എന്തെന്ന കാര്യം. പക്ഷെ ഒരു കാര്യം അവിടെ ശലോമൻ വെളിപ്പാടിൽ പറയുന്നു, അതിനെ പാർപ്പിച്ചിരിക്കുന്ന ഇടമാണ് അവന്റെ ബലഹീനതയെക്കാളും ശ്രേഷ്ഠമായ ഇടം. അത് പാറയ്ക്കകത്ത്. ആ വെളിപ്പാടാണ് ഇന്ന് രാവിലെ നമുക്ക് അത്യാവശ്യമാകേണ്ട കാര്യം. നമുക്കറിയാം, പൗലോസ് പല ഘട്ടങ്ങളിനകത്തും തന്റെ ബലഹീനതയെ കുറിച്ച് താൻ പറയുന്നുണ്ട്, തന്റെ പ്രാപ്തിയില്ലായ്മയെ കുറിച്ച് താൻ പറയുന്നുണ്ട്. എന്നാൽ അതേ പൗലോസ് തന്നെ മറ്റൊരു എടുത്ത പദവാക്കാണ് ആ പാറ, എന്നെ പ്രാപിച്ചിരിക്കുന്ന ആ പാറ ക്രിസ്തു എന്ന പദം പറയുന്നു. എന്റെ ബലഹീനതയിൽ പറഞ്ഞാട്ടെ, എന്റെ ബലഹീനതയിൽ പറഞ്ഞാട്ടെ എന്ത് തികഞ്ഞു വരുന്നു? പറഞ്ഞേ, എന്റെ ബലഹീനതയിൽ ക്രിസ്തുവിന്റെ ബലം എന്ത് ചെയ്യാ തികഞ്ഞു വരുന്നതുകൊണ്ട്
എന്റെ ലൈഫിനകത്ത് ഞാൻ അറിയുന്നില്ല എന്റെ ബലഹീനത, ഞാൻ അനുഭവിക്കുന്ന ചില ക്ഷീണങ്ങൾ, ഞാൻ അനുഭവിക്കുന്ന ശക്തി ഇല്ലായ്മകൾ എനിക്ക് തന്നെ അറിയത്തില്ല. ഇത്രയും ചെയ്യാത്തക്കോണം പ്രാപ്തിയുമായിരുന്നോ, ഇത്രയും പോകാൻ പറ്റുമായിരുന്നോ, ഇത്രയും ക്രമീകരിക്കാൻ പറ്റുമായിരുന്നോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ചത് അവൻ ക്രിസ്തു എന്ന പ്രാപ്തിയുള്ള ഒരു കർത്താവാണ്. കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. 1-2 വാക്യം കൊടുത്ത് അതുമായി ബന്ധപ്പെട്ട് വായിക്കാമോ? യെശയ്യാപ്രവാചക പുസ്തകം 26-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാമോ? യെശയ്യാപ്രവാചക പുസ്തകം 26-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാമോ പ്ലീസ്? യഹോവയാം യാഗിൽ ശാശ്വതമായ ഒരു പാറ ഉള്ളത്. യഹോവയായ യാഗിൽ. എന്താ യഹോവ എന്ന വാക്കിന്റെ അർത്ഥം? ഈ ബലഹീനതയായി നിൽക്കുന്ന ജീവിയും പാർപ്പിച്ചിരിക്കുന്ന പാറയും തമ്മിൽ ഒരു അറിവുണ്ടാകണം. പ്രൈസ് ഗോഡ്. അവർക്ക് യഹോവയാം യാഗിൽ അർത്ഥം സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നാമത്തിന്റെ വിശേഷത ഒരു വേർപെട്ട ദൈവവൈതൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബലഹീനത ഒന്നും എന്തല്ല, ബലഹീനതയല്ല, അപ്രാപ്തി ഒരിക്കലും നമ്മുടെ അപ്രാപ്തി ഒന്നും അവിടെ വില പോകുന്നില്ല. നമ്മുടെ കർത്താവ് നമ്മെ താങ്ങാനുണ്ട്, അല്ലെ? നമ്മുടെ കർത്താവ് നമ്മെ താങ്ങാനുണ്ട്. ഇത്രത്തോളം നമ്മെ താങ്ങിയില്ലേ? വാസ്തവത്തിൽ നമുക്ക് വന്നു പതിച്ച ചില വീഴ്ചകൾ, നമുക്ക് വന്നു പതിച്ച ചില രോഗങ്ങൾ, നമുക്ക് വന്നു പതിച്ച ചില മാനസിക ആഘാതങ്ങൾ, അവയെ നമ്മൾ എന്നേ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റേണ്ട സമയം കഴിഞ്ഞപ്പോഴും യഹോവയായ യാഗിൽ അവർക്ക് ശാശ്വതമായ, പറഞ്ഞുറക്കെ വായിച്ചേ, യഹോവയായ യാഗിൽ ഒരു പെർമനന്റ് ആയിട്ടൊരു പാറ ഉള്ളതിനാൽ യഹോവയെ തന്നെ കരമുയർത്തി പറയാൻ, യഹോവയെ തന്നെ ആശ്രയിപ്പിൻ. ഞാനാരാ? ഒരു കുഴിപ്പയ്യനെ പോലെ ശക്തിയില്ലാത്ത ജാതിയാണ്. എനിക്ക് എന്റെ ബലഹീനത എനിക്കറിയാം, എന്റെ അപ്രാപ്തി എനിക്കറിയാം, ഞാൻ അനുഭവിക്കുന്ന പരിമിതി എനിക്കറിയാം. പക്ഷേ എനിക്ക് മറ്റൊരു അറിവ് കൂടെ ഉണ്ട്. യഹോവയായ യാഗിൽ ഒരു ശാശ്വതമായ ഒരു പാറയുണ്ട്. ആ ശാശ്വത പാറ എഴുതുകൊണ്ട് ഞാൻ ആശ്രയിക്കുന്നത് എന്റെ ബലഹീനതയിൽ എന്നെ ശക്തീകരിക്കുന്ന ഒരു ബലമുള്ളവനാ ദൈവത്തിൽ ആശ്രയിക്കുന്ന. അതുകൊണ്ട് ആ എന്റെ ബലഹീനത അവന്റെ ശക്തിക്ക് മുമ്പാകെ ഒന്നുമല്ലതായി മാറുകയാണ്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഈ രാവിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1/4-3 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഞാൻ തുമ്മാറുണ്ട്. ഈ തുമ്മി എൻ്റെ മൂക്കും എൻ്റെ കണ്ണും ഒക്കെ ചുമന്ന്, മുഖമൊക്കെ ചുമന്ന്, ചിലപ്പോൾ ശ്വാസം വിടാൻ പോലും ചില സമയത്ത് അസ്വസ്ഥനായി തീർന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാറുണ്ട്, കർത്താവേ, ഈ അന്തരീക്ഷത്തിൽ പോയി എനിക്ക് ശുശ്രൂഷിക്കാൻ പറ്റുമോ? ഈ അന്തരീക്ഷത്തിൽ ദൂത് പറയാൻ പറ്റുമോ? ഈ അന്തരീക്ഷത്തിൽ എനിക്ക് വചനത്തിന്റെ വെളിപ്പാട് പറയാൻ തക്കവണ്ണം എന്റെ ബുദ്ധിക്ക് ശക്തി ഉണ്ടാകുമോ, കോൺസെൻട്രേഷൻ ഉണ്ടാകുമോ എന്നൊക്കെ ഞാൻ പലപ്പോഴും ഭയപ്പെട്ടിട്ടുണ്ട്. അറിയാമോ, കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. ഞാൻ രാവിലെയും എണ്ണിക്കാൻ പറ്റാതെ വളരെ അവശനായിട്ട് ഞാൻ ആവി പിടിച്ച് ഇങ്ങനെ കിടന്നു. മമ്മിയും ബീനിയൊക്കെ പറഞ്ഞു, ഈ ബലഹീനതയിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പോ അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ, ഒത്തിരി ശക്തന്മാരായ ദൈവദാസന്മാർ ശുശ്രൂഷിച്ചിട്ട് പോയി. അവസാനത്തെ ദിവസം, അവസാനത്തെ നിമിഷം ഞങ്ങൾക്ക് പാസ്റ്റർ ശുശ്രൂഷ അനുഭവിക്കുന്നത് കൊണ്ട് പാസ്റ്റർ വന്നേ പറ്റും. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉപവാസത്തിന്റെ 6-ാം ദിവസം രാത്രി 10 മണിക്കാണ് വിളിക്കുന്നത്. നാളെയാണ് പാസ്റ്റർ വരുന്ന ദിവസം. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, അയ്യോ ഞാനങ്ങനെ ഡേറ്റ് കൊടുത്തു. ഞാൻ ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടായിരിക്കാം. പെട്ടെന്ന് ഞാൻ ഷോക്കായി പോയി. എങ്കിലും ഞാൻ വിശ്വാസത്തിൽ പറഞ്ഞില്ല, പാസ്റ്റേ ഞാൻ രാവിലെ വരാം. ഇത് പറയുമ്പോൾ ഞാൻ എവിടെ കിടക്കുന്നത് എനിക്കറിയത്തില്ല. എന്റെ ശരീരത്തിനകത്ത് അത്രയ്ക്കും അസ്വസ്ഥനായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഞാൻ പിറ്റേ ദിവസം നല്ല ദേഹമൊക്കെ നല്ല ചൂടുവെള്ളത്തിൽ കഴുകി വണ്ടി എടുത്തുകൊണ്ട് ഞാൻ ഡ്രൈവ് ചെയ്ത വണ്ടി ബ്രേക്ക് ചവിട്ടാൻ ശക്തി, കാലിന് ശക്തിയില്ലായിരുന്നു, ക്ലച്ച് മാറാൻ ശക്തിയില്ലായിരുന്നു. ഇതെല്ലാം എന്റെ ശരീരത്തിൽ നന്നായിട്ട് അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. പക്ഷേ ഞാൻ വണ്ടി ഓടിച്ച് അവിടെ എത്തിയത്
ഞാൻ റോഡിൽ കൂടെയാണോ പോയെന്ന് എനിക്കറിയാം. എത്രമാത്രം എൻ്റെ ശരീരത്തിനകത്ത് ക്ഷീണമായിരുന്നു. എന്നാൽ ഞാൻ അവിടെ പോയി ആ വണ്ടി പാർക്ക് ചെയ്തു, ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്നുണ്ട്. AC ഹോളാണ്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, നല്ല സൗണ്ട് സിസ്റ്റമാണ്. ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ കർച്ചിപ്പ് കൊണ്ട് കണ്ണൊക്കെ മൂടി ഇങ്ങനെ തലമുടി ഇരിക്കുകയായിരുന്നു. ഞാൻ ഈ രണ്ട് പ്രാവശ്യം ചൂടുവെള്ളം ഇങ്ങനെ നന്നായിട്ട് ചൂടുവെള്ളം ഞാൻ കുടിച്ചു. എനിക്കറിയാം എനിക്ക് പറ്റാൻ സാധ്യത കുറവാണ്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ 7ാം ദിവസം അവസാന ദിവസം, 6ാം ദിവസമാണ്, 5ാം ദിവസം വരെയുള്ള 7ാം ദിവസം സഭാരതയാണ്. അപ്പൊ അവസാനത്തെ ഗസ്റ്റ് പാസ്റ്ററിന്റെ അവസാനത്തെ ദിവസമാണ്. അപ്പോൾ എനിക്കറിയാം എന്റെ ബലഹീനതയ്ക്ക് എനിക്ക് നല്ല ബോധ്യമാണ് എന്ന് നിങ്ങൾക്കറിയാമോ. കർത്താവിന്റെ വചനം ശുശ്രൂഷിപ്പാൻ ഞാൻ എഴുന്നേറ്റു. ഇനി 2 മണിക്കൂർ എനിക്ക് ശുശ്രൂഷിക്കണം. ആ 2 മണിക്കൂർ എന്ന് പറഞ്ഞത് അത്രയ്ക്ക് പവർഫുള്ളോടെ പ്രസംഗിക്കണം. എന്റെ കയ്യിൽ ദൂത് കിടപ്പുണ്ട്, എന്റെ കയ്യിൽ വെളിപ്പാട് കിടപ്പുണ്ട്. പക്ഷെ അതെനിക്ക് അവതരിപ്പിക്കണം. എനിക്ക് എന്ത് വേണം? എനിക്ക് വേണ്ടുന്ന ആരോഗ്യവും കോൺസെൻട്രേഷൻ എനിക്ക് ആവശ്യമാണ്. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ആ മെസ്സേജിലേക്ക് എഴുന്നേറ്റു. നിങ്ങൾക്കറിയാമോ, എനിക്ക് പോലും അതിശയമായി തോന്നുന്നു. ഈ കഴിഞ്ഞ 1 മണിക്കൂറിന് മുമ്പേ ഞാനിരുന്ന അവസ്ഥയും ഇപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്ന അവസ്ഥയും തമ്മിൽ ഒരിക്കൽ മാച്ച് ചെയ്യുന്നില്ല. അപ്പൊ പാസ്റ്റർക്കും അത്ഭുതമാകുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ദൈവദാസിക്കും ഞാൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, അത്രയും അവശനാണ്. ഞാൻ ഇന്ന് രാവിലെ ഒരു കാര്യം പറയാം. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നമ്മളിലേക്ക് വെളിപ്പെടുമ്പോഴേ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് വെളിപ്പെടുമ്പോഴേ, നമ്മുടെ ബലഹീനതയിൽ കർത്താവിന്റെ ശക്തി തികഞ്ഞു വരികയാണ്. നമ്മുടെ ബലഹീനതയിൽ കർത്താവിന്റെ ബലം തികഞ്ഞു വരികയാണ്. കരമടിച്ചൊന്ന് പറയാമല്ലോ, നമ്മൾ ഏത് ക്ഷീണാവസ്ഥയിലും ഏത് ഭാഗത്തിലും നമ്മളായിരുന്നാലും 2 അന്യഭാഷ പറഞ്ഞ് ഫലത്തിന് പരിജ്ഞാനം പ്രാപിച്ച ആത്മനിയോഗത്താൽ നാം ശുശ്രൂഷിക്കുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബലഹീനതകളിൽ ദൈവത്തിന്റെ ശക്തി തികഞ്ഞു വരും. കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിൽ അതിന്റെ പാർപ്പിച്ചിരിക്കുന്ന പാർപ്പിട ഏറ്റവും ബലമുള്ള സ്ഥലത്താണ്, ഏറ്റവും സംരക്ഷണ സ്ഥലത്താണ്. കരമരിച്ചില്ലാതെ പറയാൻ നമ്മുടെ ബലഹീനതകളെ ദൈവാത്മാവ് ബലമാക്കി ദൈവം തീർക്കുകയാണ്. വൈകിട്ട് സെക്ഷൻ ബീനയും മമ്മിയുടെ കൂടെ വന്നു. ഞാൻ വൈകിട്ട് നന്നായിട്ട് ശുശ്രൂഷിച്ചു. അപ്പൊ അവരും പറയാണ്, രാവിലെ കിടന്ന അന്തരീക്ഷവും ഇപ്പോഴത്തെ അന്തരീക്ഷം നമ്മൾ ഒന്നിക്കും മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടുത്തെ പാസ്റ്റർ വൈഫും ഓടി വന്ന് എൻ്റെ കൈ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ സന്തോഷത്തോടു കൂടിയാണ് ശുശ്രൂഷ അനുഭവിച്ചത്. വന്നതിൽ വെച്ച് ദൈവദാസന്മാർ ശുശ്രൂഷയിൽ വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഞങ്ങൾക്ക് അനുഭവിക്കാൻ തക്കടെ പറ്റി. പ്രത്യേകിച്ച് ഇന്ന് ഈ ലാസ്റ്റ് സെക്ഷനിൽ പ്രസംഗിക്കേണ്ടത് ദൈവദാസൻ തന്നെ പ്രസംഗിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ബലഹീനതയിൽ ദൈവത്തിന്റെ ശക്തിയെ കർത്താവ് തികച്ച് കർത്താവ് കൊണ്ടുവരികയാണ്. മനസ്സിലാവുന്നൊരു സ്വതന്ത്രം ചെയ്യാമോ? ദൈവമക്കളെ, ഞാൻ കഴിഞ്ഞ കുറച്ച് മാസത്തെ പഴയ ചർച്ചയായ സമയത്ത് 21 ഉപവാസ പ്രാർത്ഥന ഫുൾ ഫാസ്റ്റിംഗ് ആണ് ഞാൻ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ തന്നെ ഈ നമ്മുടെ കായംകുളം കറ്റാനത്ത് നിന്നും 1-2 ഫാമിലിയും 21 ഉപവസിക്കാൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞ സമയത്ത് അവർ ഈ ഞായറാഴ്ച സ്നാനം ഉണ്ടായിരുന്നു. സ്നാനം കർത്തമേശയൊക്കെ കഴിഞ്ഞ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ കഴിഞ്ഞ് എനിക്ക് ഇവരെ കൊണ്ടുവിടണം. എവിടെ കൊണ്ടുവിടണം? കായംകുളം കറ്റാനത്ത് കൊണ്ട് പ്രായമുള്ളവരാണ്. അപ്പൊ എന്റെ കൂടെ ഒരു അച്ഛൻ കൂടെ ഉണ്ട്. അദ്ദേഹം വണ്ടി ഓടിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ലോങ് ഡ്രൈവ് അദ്ദേഹത്തിന്റെ ഭയമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ വാക്ക്, പാസ്റ്റർ ഞാൻ കൂടി വരാം എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, എനിക്ക് എന്റെ ശരീരത്തിനകത്ത് നല്ല ക്ഷീണമുണ്ട്. കാര്യം തലേ ദിവസം വരെ 21 ദിവസം, അന്ന് വരെ ഞായറാഴ്ച കാര്യമാണ്, 21 ദിവസം ഫുൾ ഫാസ്റ്റിംഗ് എന്ന് ശുശ്രൂഷിക്കുന്നു, ലീഡ് ചെയ്യുന്നു. ഗസ്റ്റ് ദിവസം ഉണ്ടെങ്കിൽ തന്നെയും നന്നായി ശുശ്രൂഷിച്ചു, നന്നായി ലീഡ് ചെയ്തു. എല്ലാ ശുശ്രൂഷ ഭംഗിയായി സ്നാനം നടന്നു, പല കാര്യങ്ങൾ നടത്തുവാനിയാക്കി. പക്ഷേ എനിക്ക് ഇവരെ കായംകുളത്തിനടുത്ത് കറ്റാത്ത് കൊണ്ടാക്കണം. പ്രൈസ് ഗോഡ്. ഞാൻ വണ്ടി ഓടിച്ച് ഞാൻ അവരെ കൊണ്ടാക്കിയിട്ടാണ് തിരിച്ചു പരിപാടിയാക്കിയത്. ഞാൻ പറഞ്ഞ അർത്ഥം, ഇങ്ങനെ ഒത്തിരി അനുഭവമുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞ അർത്ഥം, നമ്മുടെ ബലഹീനത കർത്താവിന്റെ മുമ്പിൽ ബലഹീനനായി കാണുന്നില്ല. അവിടെ ദൈവം നമ്മെ ബലപ്പെടുത്തി. ഈ രാവിലെ ഈ പ്രാർത്ഥനയിൽ ഏതെങ്കിലും മക്കൾ ഏതെങ്കിലും മാനസിക ബലഹീനതകളോ ശാരീരികമായ ബലഹീനതകളോ സാമ്പത്തിക വിഷയത്തിനകത്ത് പോലും ബലഹീനതകളോ അങ്ങനെ അനുഭവിക്കുന്നതെങ്കിൽ, യഹോവയായ യാഗിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ യഹോവയിൽ തന്നെ ആശ്രയിപ്പിൻ.
കർത്താവ് സ്തോത്രം ചെയ്യാം. അവൻ നമ്മുടെ ഈ ഭാഷ പ്രാർത്ഥനയിൽ അവൻ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഒരു ആത്മശക്തി, ആത്മമണ്ഡലത്തിലേക്ക് ആത്മശക്തി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് വന്നിട്ട് അവൻ നമ്മുടെ ബലഹീനതയുടെ മേല് ദൈവത്തിന്റെ ശക്തി തികഞ്ഞു വരട്ടെ. കുഴിമുക ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അതിനെ പ്രാർത്ഥിച്ചിരിക്കുന്നത് പാറക്കകത്താണെങ്കിൽ അതേ വെളിപ്പാട് നമുക്ക് പറയാം. ആ പാറ അത് ക്രിസ്തുവാണ്. ആ പാറ എന്റെ വീട്ടിൽ പ്രധാനാണ്. ആ യേശു അവൻ എന്നെ ബലപ്പെടുത്തി. ആ യേശു ആരോഗ്യം തന്ന് എന്റെ രോഗത്തിന്റെ കെട്ടുകളെ, ശാപത്തിന്റെ കെട്ടുകളെ മുഴുവനും വെട്ടി ദൂരെ കളഞ്ഞ ശേഷം ദൈവം എനിക്ക് അതിശക്തമായ ബലത്തോട് നിൽപ്പാത്തക്കവണ്ണമുള്ള ദൈവത്തിന്റെ കൃപ ദൈവം എനിക്ക് തന്നെ തരിക തന്നെ ചെയ്യും. സ്തോത്രം. വിശുദ്ധ ബൈബിളിനകത്ത് ഒന്ന് രണ്ട് ചിന്ത കൂടി നമുക്ക് വായിച്ചാൽ കർത്താവിന്റെ ബലം കർത്താവ് കൊടുത്ത ആവർത്തന പുസ്തകം 34-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? നമുക്ക് ആ വിഷയം അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഒന്ന് ദൈവമക്കളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആ വാക്ക് വായിപ്പിക്കുന്നു. മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവന്റെ കണ്ണ് മങ്ങാതെയും അവന്റെ ദേഹബലം ക്ഷയിക്കാതെ. മോശ മരിക്കുമ്പോൾ മോശയ്ക്ക് 120 വയസ്സ് പ്രായമുണ്ട്. നമുക്കറിയാം 85 വയസ്സ് പ്രായമുള്ള കാലേബ്, 120 വയസ്സുള്ള ആരാ? മോശ. 180 വയസ്സ് പ്രായമുള്ള യാക്കോബ്, 175 വയസ്സ് പ്രായമുള്ള ഇസഹാക്ക്, 175 വയസ്സ് പ്രായമുള്ള അബ്രഹാം, 180 വയസ്സ് പ്രായമുള്ള ഇസഹാക്ക്, 147 വയസ്സ് പ്രായമുള്ള യാക്കോബ്, 110 വയസ്സുള്ള ജോസഫ്, 140 വയസ്സുള്ള ആരാ പറഞ്ഞ 140 വയസ്സുള്ള യോബ്, അതുപോലെ തന്നെ 110 വയസ്സ് പ്രായമുള്ള യോശുവ. ഇവര് മുഴുവനും 80, 85, 100, 105, 180 വയസ്സ് പ്രായമായിരുന്നു. ഇവർക്കെല്ലാം ദൈവം എന്ത് കൊടുത്തു? ബലം കൊടുത്തു. അതെങ്ങനെ ബലം കൊടുത്തു? ഇനി ഒരു കാര്യം കൊണ്ട് പറയാം. നമ്മൾ കഴിക്കുന്ന പോലത്തെ ആഹാരം അന്നവർ കഴിക്കാൻ ഉണ്ടായിരുന്നോ? എന്നാൽ വിഷമില്ലാത്ത ആഹാരമാണ്. എങ്കിൽ തന്നെയും അവർ എപ്പോഴും യാത്രയിലായിരുന്നു എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഈ ബൈബിൾ കോളേജ് പഠിക്കുമ്പോൾ 5 പുസ്തകമായ പെന്ററ്റോക്ക് പഠിക്കുന്ന സമയത്ത് പഞ്ചായത്തിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, മൈ ഫാദർ ഈസ് വാണ്ടറിങ് അരാമീസ് എന്ന വാക്ക് പറയാറുണ്ട്. ഞങ്ങളുടെ പിതാക്കന്മാർ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന പിതാക്കന്മാരായിരുന്നു. ഈ അലയുന്ന വ്യക്തിക്ക് കഴിക്കാൻ പറ്റും പറഞ്ഞു. ഇപ്പോൾ റോബിൻസൺ ടാക്സി വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവറായിരുന്നു. ഒരു പാസഞ്ചറിനെ കൊണ്ട് സഞ്ചരിക്കുന്നു. ആ സഞ്ചരിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്നിടത്ത് വെച്ച് എന്ത് ചെയ്യാം? കഴിക്കും. എന്നാൽ വണ്ടി ഓടിക്കണം. അവൻ സമയത്തിന് പല കാര്യങ്ങളും പ്രാഥമിക കാര്യം പോലും ചിലപ്പോൾ ചെയ്യാൻ തക്കവണ്ണം സാധ്യത കുറവാണ്. ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്കോ അല്ലെങ്കിൽ അങ്ങനെ യാത്ര ചെയ്യുന്ന വ്യക്തികൾക്കോ സമയത്തിന് ആഹാരമോ സമയത്തിന് വിശ്രമമോ സമയത്തിന് പ്രാഥമിക കാര്യം ചെയ്യേണ്ട സാഹചര്യങ്ങളൊന്നും ഇവർ വസ്ത്രം പോലും മാറാൻ തക്കവണ്ണം സാധ്യത ലഭിക്കാറില്ല. പക്ഷെ അതും അതിനെക്കാട്ടി എത്രയോ മരുഭൂമിയിൽ കൂടെ ഉള്ള യാത്രയിൽ സ്തോത്രം അനേകർ മരിച്ചു വീണു എന്ന ബൈബിൾ വാക്കുകൊണ്ട് ഒരു ബലഹീനനും പറഞ്ഞു. നിങ്ങൾ വായിച്ചു എത്രാമത്തെ വാക്യം? 107 സങ്കീർത്തനം നോക്കി പെട്ടെന്ന് വായിക്കണം. വായിക്ക ഒരു ബലഹീനനും അവരുടെ കിട്ടിയോ? അല്ല, 105-ന്റെ 37-ാമത്തെ വാക്യം പെട്ടെന്ന്. 105-ന്റെ 37-ാമത്തെ വാക്യം. അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. അവരുടെ ഗോത്രത്തിനകത്ത് ഒരു ബലഹീനം ഉണ്ടായിരുന്നില്ല. ഓർക്കണം, ദൈവം നമ്മെ പല രീതിയിലും പുറപ്പെടുവിച്ചു. നമ്മുടെ പിതാക്കന്മാർ മൊത്തം അലഞ്ഞു, ഒത്തിരി കഷ്ടപ്പെട്ടു. നല്ല കാലാവസ്ഥയല്ല, നല്ല അന്തരീക്ഷമല്ല, അവര് പലരും വാർദ്ധക്യമായിരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ട് പോലും ബൈബിളിനകത്ത് സങ്കീർത്തനങ്ങൾ പറയുന്നു, അവരുടെ ഗോത്രത്തിനകത്ത് ഒരു ബലഹീനം ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ പരിശുദ്ധാത്മ പറയാം, നമ്മുടെ ബലഹീനതയിൽ ദൈവത്തിന്റെ കൃപയും യേശുക്രിസ്തുവിന്റെ ശക്തിയും തികഞ്ഞു
നമ്മളിലോ സഭയ്ക്കകത്തോ ഉള്ള ദൈവമക്കളാരും ഒരു ബലഹീനത ഉണ്ടാകാൻ പാടില്ല. ആത്മീക ബലഹീനതകളോ ശാരീരികമായ ബലഹീനതകളോ സാമ്പത്തിക ബലഹീനതകളോ ഒന്നും ഉണ്ടാകണമെന്ന് ആരോഗ്യപരമായ വിഷയത്തിനകത്ത് ശക്തിപ്പെട്ട് ജീവിക്കാത്തക്കവണ്ണ ഒന്നൊരു കരമരിച്ചു പറയാമോ? അവന്റെ അസ്ഥികളെ മുഴുവന് ഇളമ്പുല്ല് പോലെ ദൈവം തണുപ്പിക്ക് മാറാക്കിയതുപോലെ അവൻ നമ്മുടെ ശരീരം മുഴുവന് ആത്മാവ് തഴയ്ക്കട്ടെ, ആത്മാവ് പുഷ്ടി പ്രാപിക്കട്ടെ, ആത്മാവ് ബലം പ്രാപിക്കട്ടെ. കാര്യം ക്രിസ്തു നമുക്ക് ബലമായിരിക്കുന്ന കാലമത്രേ. അവന്റെ സാന്നിധ്യത്തിനകത്ത് മുഴുവനും സകല ബലഹീനതകൾ മാറ്റുന്നു. നമ്മുടെ ഗോത്രത്തിനകത്തും ഒരു ബലഹീനതകളും ഉണ്ടാകാൻ പാടില്ല എന്നത് നമ്മൾ വീട്ടിൽ പോയിട്ട് പറയും, കർത്താവ് ഇവിടെ ഈ വീട്ടിനകത്ത് ഒരു രോഗികളും കാണരുത്, ഈ വീടിനകത്ത് ഒരു ക്ഷീണിതരും പറഞ്ഞാട്ടെ, ഈ വീടിനകത്ത് ഒരു ക്ഷീണിതം ഉണ്ടാകരുത്, ഞങ്ങളുടെ വീടിനകത്ത് ഒരു കഷ്ടം വരാൻ പാടില്ല, ഞങ്ങളുടെ വീടിനകത്ത് ഒരു ഞരക്കം വരാൻ പാടില്ല. എല്ലാവരും ഉത്സാഹത്തോടെ തന്നെ ഓരോ മേഖല നിൽക്കത്തക്കവണ്ണം പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും മുഴുവനും അതേ രീതി എന്റെ വീട്ടിനെ ആ നിലയിൽ നിർത്തണമെന്ന് ആത്മാവിന്റെ സ്വന്തത്തോടെ പറയാമോ? പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ദിവസം ദേവദാസൻ പാസ്റ്റർ ഏഴംകുളം സാംകുട്ടി എന്ന കത്തുദാസന്റെ ഫ്യൂണറൽ സർവീസ് തന്റെ പെങ്ങൾ ഇങ്ങനൊരു വാക്ക് പറഞ്ഞു. ഞങ്ങളുടെ വീട്ടുപേര് ബേതേൽ എന്നാണ്. ഞങ്ങൾ എപ്പോഴും പറയുന്ന വാക്കാണ്, ഞങ്ങളുടെ ബേതേലിൽ ഒരു കുറവ് വരാൻ പാടില്ല, ഞങ്ങളുടെ ബേതേലിൽ നിന്ന് വീട്ടിനകത്ത് ഒരു ശൂന്യത വരാൻ പാടില്ല, ഞങ്ങളുടെ ബേതേലിനകത്ത് ഒന്നിനും വിഷമിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ബേതേൽ ഹൗസിന് എന്റെ അച്ചാച്ചൻ മച്ചുമകർത്തുദാസന്, ഞങ്ങളുടെ അച്ചാച്ചനും ഞങ്ങളുടെ പിതാവും ഞങ്ങളുടെ മാതാവും ഒക്കെ പ്രാർത്ഥിച്ചും ഉപദേശിച്ചും ആരാധിച്ചും നിന്നതുകൊണ്ട് ഞങ്ങളുടെ ബേതേൽ ഭവനം എപ്പോഴും ബലമുള്ള സന്തോഷമായിരുന്നു. ഈ രാവിലെ ഞാൻ ആത്മാവ് പറയാം, നമുക്ക് തന്നിരിക്കുന്ന പാർപ്പിടത്തിനകത്ത് നമ്മുടെ വീട്ടിനകത്ത് ഒരു ബലഹീനതകളും ഒരു ശൂന്യതകളോ ഒരു ദാരിദ്ര്യങ്ങളോ ഒരു ഇല്ലായ്മകളോ വരാതിരിക്കത്തക്കവണ്ണം നമ്മുടെ കൂടാരത്തെ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബത്തെ ദൈവ സന്തോഷത്തെ നിർത്തട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ അവൻ നമുക്ക് പറയാ, എന്റെ വീട്ടിനകത്ത് ഞങ്ങളുടെ ഗോത്രത്തിനകത്ത് ഒരു അകാല മരണം വരുന്നത്, എന്റെ ഗോത്രത്തിനകത്ത് അകാല നഷ്ടം വരുന്നത്, ഞങ്ങളുടെ വീട്ടിനകത്ത് ഒരു അന്വേഷിച്ച രോഗം വരുന്നത്, ഞങ്ങളുടെ വീടെല്ലാവരും സമസ്ത സമയത്ത് ബലത്തോടെ നീക്കണം. അത് ഞങ്ങളുടെ വീട്ടിന്റെ ഒരു പ്രത്യേകതയെ മാത്രം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഈ ഞാൻ ഒരിക്കൽ പറഞ്ഞെന്ന് തോന്നുന്നു, ഈ നിലമ്പൂര് ഒരു മീറ്റിങ്ങിന് വേണ്ടി ഞാൻ കടന്നു പോവുകയാണ്. ഇവിടുന്ന് രാജറാണി ട്രെയിനിലാണ് അവത്തിന് പോകുന്നത്. ഈ രാജധാനി ട്രെയിന് സ്തോത്രം എറണാകുളം വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ കാരണം ഇവിടെ കിംസിലും RCC വരുന്ന മലപ്പുറംകാർക്ക് വേണ്ടിയാണ് അത് എക്സ്റ്റെൻഡ് ചെയ്തത്. അതിനകത്ത് ബുക്ക് കിട്ടാൻ ഭയങ്കര പാടാണ്. എപ്പോഴും അതിനകത്ത് RIC പോലും കിട്ടാൻ പാടാണ്, അത്രമാത്രം എപ്പോഴും ബുക്കിങ്ങാണ്. അപ്പം എനിക്ക് കൃപയാൽ അങ്ങോട്ട് പോയപ്പോൾ കിട്ടി, ഇങ്ങോട്ടൊന്ന് RC ആയിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് ട്രെയിൻ കയറി മീറ്റിങ്ങിൽ പോവുകയാണ്. പോയപ്പോൾ എൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ദേഹത്ത് മൊത്തം ഈ ഓക്സിജനും മറ്റു വയറുകളും കൊണ്ട് ഞാൻ കവർ ചെയ്തു. ഒരു 3-4 ഫ്ലാസ്ക് ഉണ്ട്. ഒരു ഫ്ലാസ്കിനകത്ത് ചൂടുവെള്ളം, ഒരു ഫ്ലാസ്കിനകത്ത് കട്ടൻ കാപ്പി, മറ്റൊന്നിനകത്ത് വേറെ എന്തോ ഒരു ജ്യൂസോ ആയിരിക്കും മേ ബി. ഈ 3-4 ഫ്ലാസ്ക് വെച്ചുകൊണ്ട് എൻ്റെ ഓപ്പോസിറ്റ് ഒരു പ്രായമുള്ള ഒരു പിതാവ് ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ എനിക്കൊരു ശ്വാസം മുട്ടലും അസ്വസ്ഥ. കാര്യം ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ എനിക്കത് ഒരു ഇറിറ്റേഷൻസ് ഉണ്ട്. ഭയത്തോടു കൂടെയുള്ള ഒരു ഭാരം അദ്ദേഹം അനുഭവിക്കുന്ന ഫീലിങ്സ് എനിക്ക് എൻ്റെ ശരീരത്തിൽ അനുഭവിച്ചു. ഒരു മകൻ ഇടയ്ക്ക് വരും, വെള്ളം ഒഴിച്ചു കൊടുക്കും, വീണ്ടും തിരിച്ചും അപ്പുറത്ത് പോയി അദ്ദേഹം ഡോറിൽ പോയി നിൽക്കും, വീണ്ടും വരും. അപ്പോൾ ഞാൻ ആ പിതാവിനെ പരിചയപ്പെട്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് ഞാൻ നിലമ്പൂരാണ് താമസിക്കുന്നത്, മുസ്ലിമാണ്. എനിക്ക് 2 മക്കളുണ്ട്. അതിലൊരുത്തൻ വിദേശത്ത് സൗദി ജോലി ചെയ്യുന്നു, ഇവനും വിദേശത്തായിരുന്നു. എന്നെ ശുശ്രൂഷിക്കാൻ തക്കവണ്ണമാണ് വന്ന വാക്ക്. കിംസിനാണ് ട്രീറ്റ്മെന്റ് നടത്തുന്ന വാക്ക്. എന്നോട് പറഞ്ഞു, സാറേ ഇതോടെ കൂടെ 50 ലക്ഷം രൂപ എന്ത് ചെയ്തു ചിലവായി. 50 ലക്ഷം ചിലവായി. നിങ്ങൾ പറ 50 ലക്ഷം. ഞാൻ കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു ചെറിയൊരു പടയിലുണ്ടായി. എന്നിട്ട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, 2 കുഞ്ഞുങ്ങൾ വിദേശത്തായതുകൊണ്ടാണ് ഇങ്ങനൊരു അന്തരീക്ഷത്തിൽ പോകുന്നത്. ഇവനും അവിടെ ജോലി ചെയ്യേണ്ടതാണ്, പക്ഷേ എന്നെ നോക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് ഇവനെ ഇങ്ങോട്ട് വലിച്ച്. മൂത്തവൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട്.
ഇതിൻ്റെ പുറവാക്കാണ്. ഒരു സാധാരണക്കാരൻ അങ്ങനൊരു അസുഖം വന്നാൽ അവൻ മരണത്തിന് വിധേയപ്പെടുകയുള്ളൂ. എന്നാൽ ഈ ഒരു ചെറിയ വരുമാനം ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഇത്രത്തോളം എനിക്ക് ഇനി അടുത്ത മാസം ചെക്കപ്പിൽ വരണം, വീണ്ടും പോക്ക് വരവാണ്, എപ്പോഴും യാത്രയിലാണ്. ഞാൻ ഇന്ന് രാവിലെ ഈ പ്രാർത്ഥനയിൽ പറഞ്ഞ കാര്യം, നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ ഗോത്രത്തിനകത്ത് ഒരു ബലഹീനത ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം, നമ്മുടെ ഈ പ്രാർത്ഥനയിൽ നമ്മുടെ കൂട്ടായ്മയിൽ നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്, വാസ്തവത്തിൽ ഞാനൊരു കാര്യം പറയാം. ഈ നമ്മുടെ രാവിലെ 5 മണിക്ക് നമ്മുടെ ഓൺലൈൻ പ്രാർത്ഥന നടത്തുന്നുണ്ട്, വൈകുന്നേരം 9 മണിക്ക് നമ്മൾ നടത്തുന്നുണ്ട്, ഇടയ്ക്ക് ഈ പ്രാർത്ഥനകളും കൂട്ടായി നടത്തുന്നുണ്ട്. ഞാൻ ആത്മാവിൽ പറയാം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വ്യക്തി ജീവിതത്തിനകത്ത് ആൾക്കാർ എത്രത്തോളം ഈ ഡിവേഷനകത്ത് ജോയിൻ ചെയ്യുന്നു എന്നതല്ല എനിക്ക് ഏറ്റവും പ്രത്യേകത. എനിക്ക് അല്പം കൂടി വചനം പഠിക്കാനും വചനം പ്രാപിക്കാനും വചനം പറയാൻ തക്കവണ്ണമുള്ള ഒരു ആത്മീയ പ്രചോദനം കിട്ടുകയും പുതിയ പുതിയ വെളിപ്പാട് പ്രാപിപ്പാൻ തക്കവണ്ണം എന്നെ അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. മനസ്സിലാവും. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഈ സ്പിരിച്വൽ ഫെലോഷിപ്പ് നമുക്ക് വരുമ്പോൾ മറ്റൊന്നും നമുക്ക് ഓർക്കാൻ പറ്റത്തില്ല. ഇതിനൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താം. ഈ പ്രശ്നം വരുമ്പോൾ, നമുക്ക് രോഗമോ പ്രശ്നം വരുന്നു കഴിഞ്ഞാൽ എപ്പോഴും പാസ്റ്ററെയും പ്രാർത്ഥനക്കാരെയും അത്യാവശ്യമാണല്ലേ. ഇനി പ്രശ്നത്തിന് പരിഹാരം കിട്ടിയാലോ, പറയാ പ്രശ്നത്തിന് പരിഹാരം കിട്ടിയാലോ എപ്പോഴും പ്രാർത്ഥിക്കണമോ, എപ്പോഴും കൂട്ടായി വേണമോ, എപ്പോഴും പ്രസംഗം വേണോ, എപ്പോഴും ഉപവാസം വേണോ എന്ന ചോദ്യം വരെ സാധ്യത കൂടുതലാണ്. അപ്പൊ ആർക്കാ പ്രാർത്ഥന? യാക്കോബ് ദേവൻ പറയുന്നു, ദീനമായി കിടക്കുന്നവൻ സഭയിൽ മൂപ്പനെ വരുത്തട്ടെ, അവൻ അവർക്ക് വേണ്ടി എണ്ണ പൂശി. ഇനി ദീനമില്ല, രോഗമില്ല, ബലഹീനല്ല, ആരാവശ്യമില്ല? വൈദ്യന്റെ ആവശ്യമില്ല, പ്രാർത്ഥനക്കാരുടെ ആവശ്യമില്ല. വാസ്തവത്തിൽ അടുത്ത് വരാൻ പോകുന്ന ദുരന്തം ഇതിനെക്കാട്ടി വലിയ ദുരന്തമായി കഴിഞ്ഞാലോ അത് ഭയങ്കരമാകും. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥനയിൽ, വചനത്തിൽ, മധ്യസ്ഥതയിൽ നമ്മൾ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് മറ്റൊന്നും ചിന്തിക്കാൻ തക്കവണ്ണം തുനിയുന്നില്ല. ഞാൻ ഒന്നുകൂടി ആത്മാവിൽ പറയാം, കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയാണെങ്കിലും അതിന്റെ ശക്തിക്ക് അല്ലെങ്കിൽ അതിന്റെ ശക്തിയെ പരിപാലിക്കുന്ന മൊത്തം പാറ ഉള്ളത് കൊണ്ട് മാത്രമാണ്. പാറയില്ലാതിരുന്നുവെങ്കിൽ എപ്പോഴേ ശത്രു മൃഗങ്ങൾ തന്നെ കടിച്ചു തിന്നേനെ. പക്ഷേ ശത്രു മൃഗത്തിന് ഈ ജീവി നഷ്ടം സംഭവിക്കാത്ത കാര്യം അതിന് പ്രാഗൽഭ്യത്തോടെ നന്ദിയോടെ പറയാൻ പറ്റും, പാറയാണ് കാരണം. പറഞ്ഞേ, എന്റെ ആയുസ് കൂടിയത് ഈ പാറ ഉള്ളത് കൊണ്ടാണ്. എനിക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാൻ ഈ പാറ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇന്ന് നമുക്ക് പറയാൻ പറ്റും, നാം ഈ 2026 ഈ മെയ് മാസം 19-ാം തീയതി വരെ ജീവിച്ചിരിക്കുന്ന കാര്യം ആ പാറ ഉള്ളതുകൊണ്ടാണ്. ആ പാറ ഉള്ളത് കൊണ്ടാണ്. ആ പാറയില്ലായിരുന്നുവെങ്കിൽ നമുക്ക് വന്ന ബലഹീനത നമുക്കറിയാം, എന്നേ നമ്മൾ നഷ്ടപ്പെട്ടു പോയേനെ. അതുകൊണ്ട് ഒന്നുകൂടി പറയാം, ആ പാറ ആരാകുന്നു? ക്രിസ്തുവാണ്. കരമുയർത്തി പറഞ്ഞാട്ടെ ആമേ. അതുകൊണ്ടാണ് പത്രോസിന് പറഞ്ഞ വാക്ക്, പത്രോസേ നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അത് ജയിക്കയില്ല. ഇന്ന് രാവിലെ പുതിയ സഭയെ പാർപ്പിച്ചിരിക്കുന്ന മൊത്തം ആ പാറയ്ക്കകത്താണ്. ആ പാറയ്ക്കകത്ത് താമസിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് പാതാള ഗോപുരങ്ങൾ, കൊല്ലുന്ന പിശാച്, മന്ത്രവാദക്കെട്ടുകൾ, ശകുനവാദക്കെട്ടുകൾ, ആഭിചാരക്കെട്ടുകൾ, ശാപവാക്കുകൾ, കാലാവസ്ഥ വ്യതിയാനങ്ങളൊന്നും നമ്മെ ഭരിക്കാനോ നശിപ്പിക്കാനോ കാണാത്ത കാര്യം ആ പാറയെ ദൈവാത്മാവ് നമുക്ക് തന്നതുകൊണ്ട് മാത്രമാണ്. ഏറ്റവും കൂടുതൽ ലാസ്റ്റ് വരെ ജീവിച്ചിരുന്ന ഒരു ശിഷ്യനുണ്ട്. ആരാണ്? അവസാനം വരെ വാർദ്ധക്യം വരെ ജീവിച്ച ഒരു ശിഷ്യന്റെ പേര് പറയാമോ? യോഹന്നാൻ. എത്ര വയസ്സ് വരെ? 100 വയസ്സ് വരെ താൻ തല നരച്ചവനായും താൻ നല്ല വാർദ്ധക്യം ചെന്നിട്ടാണ് അദ്ദേഹം മരിച്ചത്. എന്താ കാര്യം അറിയാമോ? യേശുവിന്റെ മാറുന്ന പാറയായി കണ്ടതുകൊണ്ടാണ്. ആ പാറയെ വിട്ട് ഒരു പരിപാടിയും ഇല്ല. കർത്താവേ, നിന്നെ വിട്ട് ഞങ്ങൾ പോകത്തില്ല, അങ്ങോട്ട് മാത്രം ചേർന്നിരിക്കുമെന്നുള്ള ആ വെളിപ്പാട് യോഹന്നാൻ പ്രാപിച്ചതുകൊണ്ട് യോഹന്നാന്റെ ആയുസ്സിന് ഡൊമേഷ്യൻ ചക്രവർത്തി വില പറഞ്ഞു. അപ്പോൾ പത്മോസ് പോയപ്പോൾ അവിടെ ശൂദ്ര ജീവികളുണ്ടായിരുന്നു, കാട്ടുമൃഗങ്ങളുണ്ടായിരുന്നു, അവിടെ വലിയ വിഷജന്തുക്കളുണ്ടായിരുന്നു, തേളുണ്ടായിരുന്നു, പാമ്പുണ്ടായിരുന്നു, പല കഴുകന്മാര് വലിയൊരു കൂമ്പാരം ഉണ്ടായിരുന്നു. പക്ഷെ
ഒന്നും ആമേൻ ദൈവദാസനായ യോഹന്നാനെ തൊടാത്ത കാര്യം പാറയ്ക്കകത്ത് സംരക്ഷിച്ചത് മാത്രമാണ്. ഇന്ന് രാവിലെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് പറയാം, കർത്താവേ എനിക്കും പല ബലഹീനത കൊണ്ട്, പക്ഷെ എന്നെ പാർപ്പിച്ചിരിക്കുന്ന മൊത്തം ആ ക്രിസ്തു എന്ന പാറയ്ക്കകത്താണ്. എല്ലാം കണ്ണടച്ച് പറയാം, കർത്താവേ യഹോവയായ യാഗിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയെ തന്നെ ആശ്രയിപ്പിക്കും. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ഇതുവരെ ദൈവസന്നിധിയായിരുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകളൊന്നും നഷ്ടമല്ല, നമ്മുടെ വചന വെളിപ്പാട് നഷ്ടമല്ല. നമ്മുടെ ജീവിതത്തിനകത്ത് അത് നേട്ടമായിട്ട് കർത്താവ് തീർക്കും. ബലഹീനതയിൽ നല്ല ബലമേകും മരുഭൂമിയിലാകും തണലാകും. ബലഹീനതയിൽ നല്ല ബലമേകും പ്രാർത്ഥിക്കാം. പ്രിയ സകല വിഷയത്തെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഈ ശിക്ഷ നടത്തമല്ലോ. ഹല്ലേലൂയ, സ്തോത്രം.